പാനൂർ സ്ഫോടനം രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമല്ലെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ബോംബ് നിർമ്മിച്ചത് രണ്ട് സംഘങ്ങൾ തമ്മിൽ കുയിമ്പിൽ ക്ഷേത്ര പരിസരത്തുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എം സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായാണ് പാനൂർ സ്ഫോടനം എന്നുള്ള വാർത്തകൾ പല മാധ്യമങ്ങളിലും വന്നിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്നുള്ള രീതിയിൽ ഉൾപ്പെടെ വന്ന വാർത്തകൾ തെറ്റാണ് എന്ന് വ്യക്തമാകുന്നതാണ് യഥാർത്ഥ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ. അതായത് ഈ പാനൂരിൽ ബോംബ് ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണമായി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കുയിമ്പിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട രണ്ട് സംഘങ്ങൾ തമ്മിൽ ഉണ്ടായ സംഘർഷമാണ്. ആ സംഘർഷത്തിൻ്റെ തുടർച്ചയായാണ് ഒരു സംഘം ബോംബ് നിർമ്മിച്ചത് എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമായും ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഈ കുയിമ്പിൽ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊളവല്ലൂർ, പാനൂർ സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഈ ക്ഷേത്ര ഉത്സവത്തിൽ തുടങ്ങിയ സംഘർഷം പിന്നീട് അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ പല സംഘർഷങ്ങൾ അതിൻ്റെ ഭാഗമായാണ് ഈ ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത്. കുടിപ്പകയുടെ ഭാഗമായാണ് ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത് എന്നുള്ള അന്വേഷണ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലെയും വിശദാംശങ്ങൾ ഉള്ളത്. ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൻ്റെ തുടർച്ചയായി ബോംബുകൾ നിർമ്മിച്ചു. ആ ബോംബാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാത്ത വിധം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഭാഗമായാണ് ഈ ബോംബുകൾ നിർമ്മിച്ചത് എന്നുള്ള വിവരം ഒരിടത്തും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ, രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടുള്ള പല വാർത്തകളും ഉണ്ടായിരുന്നു. അതെല്ലാം തെറ്റാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.